ആദ്യം തന്നെ ഈ സെന്റൻസ് നോക്കി. രാഹുൽ ഇപ്പോൾ പുറത്ത് പോയതേയുള്ളൂ. രാഹുൽ ഇപ്പോൾ പുറത്ത് പോയതേയുള്ളൂ. പറയുന്നതിന് തൊട്ടു മുൻപ് നടന്നു കഴിഞ്ഞൊരു കാര്യത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഇത്തരത്തിൽ ഇപ്പൊ വന്നതേയുള്ളൂ, ഇപ്പൊ കഴിച്ചതേയുള്ളൂ എന്നിങ്ങനെയുള്ള സെന്റൻസുകൾ എങ്ങനെ പറയാമെന്നാണ് ഇന്നത്തെ വീഡിയോയില് ആദ്യം നമ്മൾ നോക്കുന്നത്. അപ്പോൾ സെന്റൻസ് നോക്കാം. രാഹുൽ ഇപ്പോൾ പുറത്തു പോയതേ ഉള്ളൂ. ഇപ്പോൾ എന്നതിന് നമുക്ക് ജസ്റ്റ് എന്ന് എഴുതാം. പുറത്തു പോയതേ ഉള്ളൂ, ഹാസ് ഗോൺ. അപ്പൊ നമ്മൾക്ക് എഴുതാം രാഹുൽ ഹാസ് ജസ്റ്റ് ഗോൺ ഔട്ട്. രാഹുൽ ഹാസ് ജസ്റ്റ് ഗോൺ ഔട്ട്. ഇപ്പോൾ പുറത്തു പോയതേ ഉള്ളൂ. രാഹുൽ ഹാസ് ജസ്റ്റ് ഗോൺ ഔട്ട്. അടുത്ത സെന്റൻസ് നോക്കാം. മീനു ഇപ്പോൾ വന്നതേ ഉള്ളൂ. മീനു ഇപ്പോൾ വന്നതേ ഉള്ളൂ. നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്. അപ്പോ മീനു ഹാസ് ജസ്റ്റ് കം ഇൻ. മീനു ഹാസ് ജസ്റ്റ് കം ഇൻ. മീനു ഇപ്പോൾ വന്നതേയുള്ളൂ. മീനു ഹാസ് ജസ്റ്റ് കം ഇൻ. അടുത്ത സെന്റൻസ് നോക്കാം. അവർ അസൈൻമെന്റ് ഇപ്പോൾ പൂർത്തിയാക്കിയതേ ഉള്ളൂ. അവർ അസൈൻമെന്റ് ഇപ്പോൾ പൂർത്തിയാക്കിയതേ ഉള്ളൂ. അവർ എന്നതിന് they. They have just finished. They have just finished the assignment. The assignment. They have just finished the assignment. ഈ ഫിനിഷ് എന്നതിന് പകരം വേണമെങ്കിൽ നമുക്ക് കംപ്ലീറ്റും എഴുതാം കേട്ടോ. They have just finished the assignment. അവർ അസൈൻമെന്റ് ഇപ്പോൾ പൂർത്തിയാക്കിയതേ ഉള്ളൂ. അവൻ പാർട്ടിയിൽ ഇപ്പോൾ എത്തിയതേ ഉള്ളൂ. അവൻ പാർട്ടിയിൽ ഇപ്പോൾ എത്തിയതേ ഉള്ളൂ. He has just arrived at the party. At the party. He has just arrived at the party. അവൻ പാർട്ടിയിൽ ഇപ്പോൾ എത്തിയതേ ഉള്ളൂ. He has just arrived at the party. ലാസ്റ്റ് സെന്റൻസ് നോക്കാം ഇതിലെ. മഴ ഇപ്പോൾ നിന്നതേ ഉള്ളൂ. മഴ ഇപ്പോൾ നിന്നതേ ഉള്ളൂ. എങ്ങനെ എഴുതാം? The rain has just stopped. The rain has just stopped. മഴ ഇപ്പോൾ നിന്നതേയുള്ളൂ. അപ്പോൾ പറയുന്നതിന്റെ തൊട്ടു മുൻപാണ് മഴ നിന്നത്. ഇവിടെ പറഞ്ഞ സെന്റൻസുകളെല്ലാം തൊട്ടു മുൻപ് നടന്നതാണ്. അത് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ജസ്റ്റ് എന്ന വേർഡ് യൂസ് ചെയ്തത്. അത് മാത്രമല്ല, സെന്റൻസിന്റെ കൂടെ ഒന്നില്ലെങ്കിൽ ഞാൻ ഹാസ് യൂസ് ചെയ്തിരുന്നു, അല്ലെങ്കിൽ ഹാവ് യൂസ് ചെയ്തിരുന്നു. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ അവിടെ എല്ലാം ഹാസ് ആണ് യൂസ് ചെയ്തത്. പ്ലൂറൽ സബ്ജക്റ്റുകളുടെ കൂടെ ഹാവ് ആണ് യൂസ് ചെയ്തത്. ഇതിനോടൊപ്പം നമ്മൾ ഉപയോഗിക്കുന്ന വെർബ് എപ്പോഴും V3-യിലായിരിക്കും, വെർബിന്റെ മൂന്നാമത്തെ രൂപത്തില്. ഇത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. തൊട്ടു മുൻപ് നടന്നൊരു കാര്യത്തെ കുറിച്ച് പറയാൻ നമുക്ക് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യാം. നേരത്തെ പറഞ്ഞ സെന്റൻസുകളിൽ നിന്നും ഈ സെന്റൻസുകൾ ഒന്ന് നോക്കിയേ. അവൻ വന്നു, ഞാൻ പോയി, ഞാൻ കഴിച്ചു. ഇതെല്ലാം പാസ്റ്റിൽ നടന്ന കാര്യങ്ങൾ തന്നെയാണ്. എന്നാൽ തൊട്ടു മുൻപ് നടന്നതാണ് എന്നെടുത്ത് പറയുന്നില്ല. ഈ സെന്റൻസുകൾ എങ്ങനെ എഴുതാമെന്ന് കൂടി നോക്കാം. അവൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അവൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഷീ കഴിച്ചു എന്നതിന് ഈറ്റ് എന്നതിന്റെ പാസ്റ്റ് ടെൻസ് ആണ് എഴുതാം. ഷീ ate breakfast. She ate breakfast. അവൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. She had breakfast എന്ന് പറഞ്ഞാലും ഓക്കെ ആണ്. അടുത്ത സെന്റൻസ്. ഞാൻ കടയിൽ പോയി. ഞാൻ കടയിൽ പോയി. I went. പോവുക എന്നതിന് ഗോയാണ്
പോയി എന്നതിന് പാസ്റ്റ് ടെൻസിൽ went എന്ന് എഴുതാം. I went to the shop. I went to the shop. ഞാൻ കടയിൽ പോയി. ഞാൻ രാവിലെ 10 മണിക്ക് എത്തി. ഞാൻ രാവിലെ 10 മണിക്ക് എത്തി. I arrived at 10 a.m. I arrived at 10 a.m. ഞാൻ രാവിലെ 10 മണിക്ക് എത്തി. എന്നാൽ ചില സിറ്റുവേഷൻസിൽ ഈ സെന്റൻസുകളുടെ കൂടെ ഒരു സമയം, പാസ്റ്റിലെ ഒരു സമയം കാണിച്ചിട്ടുണ്ടായിരിക്കും. അതിനുവേണ്ടി നമ്മൾ യെസ്റ്റർഡേ, ലാസ്റ്റ് വീക്ക്, ലാസ്റ്റ് ഡേ, ലാസ്റ്റ് മന്ത്, ലാസ്റ്റ് ഇയർ എന്നീ വാക്കുകൾ ഉപയോഗിക്കാറുണ്ട്. അപ്പൊ രണ്ട് രീതിയിൽ ഇവിടെ നമുക്ക് പറയാല്ലേ. അതായത് ഒരു പ്രത്യേക സമയം കാണിച്ചുകൊണ്ട് കഴിഞ്ഞു പോയ കാര്യങ്ങളെ കുറിച്ച് പറയാം, അതില്ലാതെയും കഴിഞ്ഞു പോയ കാര്യങ്ങളെ കുറിച്ച് പറയാം. ഇപ്പൊ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾസ് സമയം കാണിക്കാതെ, എപ്പോൾ നടന്നു എന്ന് കാണിക്കാതെ പാസ്റ്റിൽ നടന്ന കാര്യങ്ങളാണ്. ഇനി സമയം കാണിച്ചുകൊണ്ട് പാസ്റ്റിൽ നടന്ന കാര്യങ്ങളെ എങ്ങനെ എഴുതാമെന്ന് കൂടി നോക്കാം. ഞാൻ കഴിഞ്ഞ വർഷം എക്സാം പാസ്സായി. ഞാൻ കഴിഞ്ഞ വർഷം എക്സാം പാസ്സായി. ഇവിടെ കഴിഞ്ഞ വർഷം എന്നൊരു സമയം തന്നിട്ടുണ്ട്. I passed the exam. I passed the exam. കഴിഞ്ഞ വർഷം last year. I passed the exam last year. ഞാൻ കഴിഞ്ഞ വർഷം എക്സാം പാസ്സായി. ഇവിടെ പാസ്റ്റിലാണ് നടന്നിരിക്കുന്നത്. അതിനൊരു സമയവും തന്നിട്ടുണ്ട്. അവനെ ഞാൻ ഇന്നലെ കണ്ടു. അവനെ ഞാൻ ഇന്നലെ കണ്ടു. I saw. കണ്ടു എന്നതിന് see എന്ന വെർബിന്റെ പാസ്റ്റ് ടെൻസ് ആണ് ഉപയോഗിക്കുന്നത്. I saw him yesterday. I saw him yesterday. Yesterday, last day എന്നൊക്കെ എഴുതാം. അവനെ ഞാൻ ഇന്നലെ കണ്ടു. I saw him yesterday. ടീച്ചർ 1 മണിക്കൂർ മുൻപ് ഇവിടെ എത്തി. ടീച്ചർ 1 മണിക്കൂർ മുൻപ് ഇവിടെ എത്തി. ടീച്ചർ reached here an hour ago. An hour ago. ടീച്ചർ 1 മണിക്കൂർ മുൻപ് ഇവിടെ എത്തി. ടീച്ചർ reached here an hour ago. ഇപ്പൊ പറഞ്ഞ സെന്റൻസുകളുടെ വെർബ് ക്രിയ ശ്രദ്ധിച്ചോ? കണ്ടു എന്നെഴുതുമ്പോൾ നമ്മൾ കാണുക എന്നതിന് സി എന്നാണ്, പാസ്റ്റിലേക്ക് നമ്മൾ സോ. എത്തി എന്ന് പറയുമ്പോൾ എത്തുക എന്നതിന് റീച്ച് എന്നാണ്, അപ്പൊ അതിന്റെ പാസ്റ്റ് ടെൻസ് റീച്ച്ഡ്. അതായത് V2 ഫോമിലാണ് നമ്മൾ ഇപ്പൊ പറഞ്ഞ സെന്റൻസുകളുടെ വെർബ് എഴുതിയിരിക്കുന്നത്. ഇത് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. സിമ്പിൾ പാസ്റ്റ് ടെൻസ്. അപ്പോൾ സിമ്പിൾ പാസ്റ്റ് ടെൻസിലെ സെന്റൻസിന്റെ വെർബ് എപ്പോഴും V2ലായിരിക്കും, രണ്ടാമത്തെ ഫോമിലായിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയില് 2 ടെൻസിനെ കുറിച്ചാണ് പറഞ്ഞത്. പ്രസന്റ് പെർഫെക്റ്റ്, സിമ്പിൾ പാസ്റ്റ്. ടെൻസിന്റെ പേരൊന്നും ഇമ്പോർട്ടന്റ് അല്ല, എങ്കിലും ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രം. തൊട്ടു മുൻപ് നടന്നൊരു കാര്യത്തെ കുറിച്ച് പറയാൻ നമുക്ക് പ്രസന്റ് പെർഫെക്റ്റ് യൂസ് ചെയ്യാം. തൊട്ടു മുൻപ് നടന്നതാണ് എന്ന് കാണിക്കാനാണ് അവിടെ നമ്മൾ ജസ്റ്റ് എന്ന വേർഡ് യൂസ് ചെയ്തത്. അതിനോടൊപ്പം ഹാസ് ഓർ ഹാവ് പ്ലസ് V3 നമ്മൾ യൂസ് ചെയ്തത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസില്. അതുപോലെ തന്നെ പാസ്റ്റിൽ നടന്നൊരു കാര്യം ചിലപ്പോൾ സമയം പറഞ്ഞേക്കാം, ചിലപ്പോൾ സമയം പറയാതെ. ഇത്തരം ആക്ഷൻസ് കാണിക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. സിമ്പിൾ പാസ്റ്റ് ടെൻസില് വേർബ് എപ്പോഴും V2ലായിരിക്കും, രണ്ടാമത്തെ രൂപത്തില്. ഇത് സെന്റൻസുകളുടെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. താങ്ക് യു.